അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും കുറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ അദ്ദേഹത്തിന്റെ കണ്ണുനീർ വീണ് മുതിർന്ന ഈ മഴയിൽ ഈ 73 ഓണപ്പെരുന്നാളിനായിട്ട് ഈ തിരുവല്ല അതിരൂപത ഇവിടേക്ക് കടന്നു വന്ന ഈ വിശുദ്ധ കുർബാനയോടുകൂടി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഈ പിതാവിന്റെ കണ്ണുനീരിന്റെ മുമ്പിലേക്ക് നമ്മുടെ നിയോഗങ്ങളും കാഴ്ചകളും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് സമർപ്പിച്ച് അപേക്ഷിക്കാം. ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ വലിയ കൃപയുടെ അടയാളവും അഭിഷേകത്തിന്റെ അടയാളവുമായി തീരട്ടെ. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് തിരുവല്ല മേഖലയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് കൽവാനിക്കും അതോടൊപ്പം തന്നെ മേഖലയിലെ വൈദികരും ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവരും ചേർന്നാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി പരിശുദ്ധ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെ സ്വർഗീയ പ്രവേശനത്തിൽ അദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ വലിയ ഭാഗ്യത്തിന് സാക്ഷികളാവാൻ നമ്മുടെ കാര്യങ്ങളിൽ സാധിക്കുമാറ് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ പ്രദേശം ഈ മലങ്കര സഭയുടെ വലിയ ഒരു അഭിഷേകത്തിന്റെ സ്ഥലവും അനുഗ്രഹത്തിന്റെ ഇടവുമായി തീരുമാനമെടുക്കണം. നമ്മുടെ എല്ലാ നിയമങ്ങളും കാഴ്ചകളും പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Jesus.
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുകയും അവരുടെ ജീവിതശൈലിയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും യേശുക്രിസ്തുവിൽ നിന്നും ഏകമൂല്യങ്ങൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ പരിഹരിക്കരുത്. ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമുക്കൊരു വീടുമുണ്ട്, അതിൽ ഭക്ഷിക്കാൻ കൂടാതെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്നും എഴുത്താമൃഗങ്ങളുടെ ശരീരത്തിൽ ലഭിക്കപ്പെടുന്നത് പാളയത്തിൽ കൊണ്ടുവച്ചാണ്. സ്വന്തം ക്ഷേത്രത്തിലൂടെ ജനത്തെ വിശദീകരിക്കാൻ ക്രിസ്തു പുറത്തുവച്ച് തീർന്നേറ്റു. അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തിറങ്ങി അവന്റെ അടുത്തേക്ക് പോകാം. എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തിലാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ വിളി, അവനെ നാം കേട്ടു പറയുന്ന അതിരങ്ങളുടെ ഫലങ്ങൾ ലഭിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം വിളികൾ ദൈവത്തിന് പ്രീതികരമാണ്. ദൈവത്തിന്റെ ജീവവചനങ്ങൾ ആദരവോടും സ്വീകരിക്കണം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്.
നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിയോഗം ചെയ്യുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതോട് നിങ്ങൾ നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും മറക്കുമോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും നൽകിയും പുകഴ്ചയും ഐശ്വര്യകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാനങ്ങളെ നീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമബലികൾ പ്രസാദിക്കുകയും ദീർഘദർശികളുടെ ബലികൾ സന്തുഷ്ടരാകുകയും ചെയ്ത ആരാധ്യ സത്യദൈവത്തിന് സ്തുതി. അവൻ സ്ത്രീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹരോനും ശമൂവേലിനും തന്നെ കുറിച്ചുള്ള സൂചന കൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി വിശ്വസിച്ചേറ്റ് പറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഈ വിശുദ്ധ മുമ്പാകെ രൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം കണ്ണീരും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവരും വെളിപ്പാക്കുന്നവരും ഞങ്ങളുടെ ക്ഷമിക്കുന്നവരും വിസ്മരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പാപങ്ങളും മായിച്ച് ഉത്തമനെ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയുമാകുള്ള ശ്രവണമക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിഗണന അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. മഹത്വത്തിന് നാഥനായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവരണമേ. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കി കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനകൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ കൊണ്ടുവരുടെ ശുശ്രൂഷകരും സത്യത്തിലും ചെയ്യുന്നവരും സ്വർഗീയ വിചാരകരുമായി തിരുവനന്തപുരം ഈ വിശുദ്ധ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കരുണാദൈവത്തോളം സ്വീകരിക്കണമേ. ഇളഭാവത്തിന്റെ അറിവില്ലായ്മയുടെ പേര് ഇവരെ കത്തിക്കുവാൻ ഞങ്ങളെ തീരണമേ. സ്വർഗീയവും ആധ്യാത്മികമായ തന്നെ പരിമളമായി ഇതിനെ അംഗീകരിക്കണമേ. കലയുണ്ടാകുന്ന ശക്തി ഞങ്ങൾ നയിച്ചു തരണമേ. സമർപ്പണവും മോശയും ശുശ്രൂഷയും പ്രകാരം ഞങ്ങളിടത്തേക്ക് തിരിഞ്ഞ് ഞാൻ ശുശ്രൂഷ കൈക്കൊള്ളുവാനാകണമേ. വിശുദ്ധ സ്നേഹിതന്മാരുടെയും സത്യോപദേശ ശുശ്രൂഷ സ്വീകരിച്ചതോടെ യുവഭാവങ്ങളായ കൈകളിൽ നിന്ന് ഈ ധൂപം സ്വീകരിക്കണമേ. ദൈവമായ ഈ പ്രതികരിക്കുവാനും പ്രതിബദ്ധ ദിവസത്തിന്റെ ആവശ്യപ്പെടുന്നതുപോലും വിശ്വസിക്കുന്ന വിവേകന്മാരോട് പ്രതിഫലം പ്രാപിക്കുവാനും കൃപയാ ഞങ്ങളെ യോഗ്യരായി തീരണമേ. പരിശുദ്ധാത്മാവിനും ഇപ്പോൾ എല്ലാ സ്നേഹത്തിനും സ്നേഹമാനും യോഗ്യമാകുന്ന
അവൻ നമ്മുടെ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മനുഷ്യരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളായ സകല പരിചരണയും ആത്മാക്കളെയും രണ്ട് യോഗങ്ങളിലും നീക്കും മനസ്സല്ലുന്നു. പാപിയായി ശുദ്ധീകരിക്കുന്നവനും അംഗീകരിക്കുന്നവനും ആകൂ. ഞാൻ ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിരക്കുന്നതിലേക്ക് യാതൊരു പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം പരിശുദ്ധവും ദിവ്യവുമായ സ്മരണത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം
ഭാഗ്യമാണ് എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അശുദ്ധമായ ഇതിനാരുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുട്ടിയെ പരിശുദ്ധാത്മാവിനും ഇപ്പോൾ എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നൽകപ്പെടുകയും ചെയ്യുന്നു.
ശിഷ്യരായ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നൽകിക്കൊള്ളരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യും. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുകയെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിന്റെ സംപ്രദമായ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. ഇതിൽ നിന്റെ സഭയിൽ ഇടവേദിനോട് നീ നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. Amen.
സത്യോപദേശം ശരിയായി പഠിപ്പിക്കണമേ. അധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രതീക്ഷിപ്പോൾ പരീക്ഷണം നേരിടുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവൻ
ും
സ്തുതി ബഹുമാനം യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും ബന്ധമുള്ളതും സൃഷ്ടിയല്ലാത്തതും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. വിശുദ്ധിയും വെളിപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാകുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. Yeah.
ഞങ്ങളുടെ വർഗത്തിൽ നിന്നും ഈ ഘട്ടത്തിനും വേണ്ടി പരിപാലിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ കിരീടത്തിൽ നിന്ന് നിന്റെ ദാസനിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് Lord,
സമാധാനം
എല്ലാ സ്നേഹത്തിലേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങളുടെ മനുഷ്യരുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാഗ്യമായ പ്രാർത്ഥനകളാലും സഹായം പ്രാപിക്കും. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. Amen.
ഇവിടെ ഇപ്പോൾ സ്ലീവ നോക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തെക്ക് ഭാഗത്ത് എല്ലാവർക്കുമായിട്ട് ചെറിയ കാപ്പി ക്രമീകരിച്ചിരിക്കുന്നു. അത് കുടിച്ച ശേഷം നമ്മൾ വീണ്ടും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. കൃത്യം 6 മണിക്ക് സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയാണ്. നമുക്കിപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാം.